കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് നിത്യവിശ്രാമത്തിലേക്ക് ചേർക്കപ്പെട്ട യുവൻസിന്റെ മദറിന്റെ അന്ത്യശുശ്രൂഷയുടെ അവസാന നിമിഷങ്ങളിൽ നൽകിയ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഭൗതിക ശരീരം നമ്മൾ ഒരുക്കപ്പെട്ട സെമിത്തേരിയിലേക്ക് മറച്ചിട്ട് നമ്മളെല്ലാവരും മടങ്ങിപ്പോവും. പ്രത്യേകിച്ച് ഈ അടക്കാരാധന അനുഭവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ അവസാന സമയം നമ്മൾ വായിച്ച് കേൾക്കുന്ന വേദഭാഗങ്ങൾ, ചിലപ്പോൾ അവിടെ കേൾക്കുന്ന പാട്ടിൻ്റെ ഇരടികൾ, ഇതൊക്കെ മനുഷ്യർക്ക് ഒരുപാട് ചിന്തകൾ നൽകുന്നതാണ്. ദൈവവചനത്തിൽ ഒരു വാക്കിങ്ങനെയുണ്ട്: വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. പ്രത്യേകിച്ച് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവഭക്തിയോടെ ജീവിച്ച് മൺമറഞ്ഞു പോയ ദൈവഭക്തന്മാരുടെ അന്ത്യയാത്ര അത് വളരെ ഭക്തി നിർഭരമായ അനുഗ്രഹീതമായ ഒരവസ്ഥയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ വാത്സല്യ മദറും കഴിഞ്ഞ 40-ൽ പരം വർഷങ്ങൾ ദൈവമേൽപ്പിച്ച ആ ശുശ്രൂഷ വളരെ മനോഹരമായി ചെയ്ത് ദൈവം കൊടുത്ത ആയുസിന്റെ സിംഹഭാഗവും കർത്താവിനെ സേവിച്ച് സ്നേഹിച്ച് പിൻപറ്റി ദൈവപ്രവൃത്തികൾ ചെയ്ത് അവരുടെ അവകാശത്തിലേക്ക് അവർ ചെന്ന് ചേർക്കപ്പെടുവാനിടയായി. മരണ ശുശ്രൂഷയിൽ ഏറ്റവും അവസാനം കാണുന്നത് ഭൗതിക ശരീരം ഭൂമിക്ക് ദാനം ചെയ്തിട്ട് പോകുമ്പോൾ അതിനെ അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോവുകയല്ല. ഒരു വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ആ ശുശ്രൂഷ കഴിഞ്ഞ് കർത്തൃ ശുശ്രൂഷകരും ദൈവമക്കളും മടങ്ങിപ്പോകുമ്പോൾ ഒരു വിത്ത് ആരാധനാലയത്തിൽ കേട്ടതുപോലെ ഒരു വിത്ത് വിതയ്ക്കുന്നു, ഒരു വിലയേറിയ ഫലത്തെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ ഭൗതിക ശരീരത്തെ മണ്ണിന് ദാനം ചെയ്യുമ്പോൾ ഉയർപ്പിന്റെ ഒരു അനുഭവം, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഏറ്റവും അതിന്റെ ക്രിസ്ത്യാനിറ്റി ഏറ്റവും ബ്യൂട്ടിഫുള്ളായി മനോഹരമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ റെസറക്ഷനോടുകൂടിയാണ്, അവന്റെ പുനരുത്ഥാനത്തോടുകൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇതിന്റെ ഈ ജീവിതത്തിന്റെ ഏറ്റവും ഭംഗി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നുണ്ട്: യേശു കർത്താവ് ഉയർത്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നമ്മുടെ വിശ്വാസവും വ്യർത്ഥം. അവിടെയാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ മഹിമ, ഗ്ലോറി ഓഫ് ദ ക്രിസ്ത്യാനിറ്റി, ആ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. മരണത്തോടുകൂടെ അവസാനിക്കുന്നതല്ല ഒരു ദൈവഭക്തന്റെ ആത്മീയ ജീവിതം എന്നുള്ള ഒരു വലിയ സത്യം ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ബോധ്യമാകുവാനിടയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സെമിട്രികൾ എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള, ഒരിക്കലും ഒരാളൊരു ഭക്തനായ മനുഷ്യൻ എഴുതിയ ഒരു എഴുത്തിൽ ഞാനിങ്ങനെ വായിച്ചു: ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം, ഏറ്റവും മൂല്യങ്ങളടങ്ങിയ ഒരു സ്ഥലം സെമിട്രി ആണെന്നാണ് തന്റെ ചിന്ത. അതിന് പല കാരണങ്ങൾ താൻ പറയുന്നുണ്ട്. എഴുതിത്തീരാത്ത പുസ്തകങ്ങൾ, പാടിത്തീരാത്ത പാട്ടുകൾ, നിവർത്തീകരിക്കാത്ത എത്രയോ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളെല്ലാമാണ് കല്ലറയ്ക്കുള്ളിൽ മറയപ്പെട്ട് കിടക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സെമിട്രിയും അല്ലെങ്കിൽ മരണത്തിന്റെ ഒടുവിലത്തെ അന്ത്യശുശ്രൂഷയും ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ നൽകുന്ന ഒരു ശുഭപ്രതീക്ഷയുണ്ട്. കാരണം യേശു കർത്താവ് ഉയർത്തു എന്നുള്ള ഒരു മിസ്റ്ററി, ഒരു മർമ്മത്തിൽ നിന്ന് മനുഷ്യജീവിതം വലിയ പ്രതീക്ഷയിലേക്ക് കടന്നു പോവുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ശവകുടീരം നമ്മുടെ ഈ സെമിട്രിക്കൊക്കെ എന്ത് വില കാണുമായിരിക്കാം? വളരെ നിസ്സാരമേ ഉണ്ടാവുകയുള്ളൂ. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചില ശവകുടീരങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 1660-1660കളിലൊക്കെ മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തനായ ഒരു ചക്രവർത്തി ഉണ്ടായത് ഷാജഹാൻ. അദ്ദേഹം തന്റെ ഭാര്യ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നല്ല ശവകുടീരമുണ്ട്. അത് ഇതുപോലെ സെല്ലാറൊക്കെ ഉണ്ടാക്കി അതിന് മേളിൽ സ്ലാവിട്ട് അല്ലെങ്കിൽ ഒരു കുരിശൊക്കെ വെച്ചിട്ട് പോയതല്ല. അതിന്റെ പേരെന്താണെന്നറിയാമോ? താജ്മഹൽ. ലോകത്തിലെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മൂല്യം കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു അമൂല്യമായ വെണ്ണക്കല്ലിൽ, വെളുത്ത മാർബിളിലാണ് അതിന്റെ കുളങ്ങളും അതിന്റെ ഗോപുരങ്ങളും ഒക്കെ പണിതുണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അത് പോയി കാണുന്നു. അതൊരു മനോഹരമായ കാഴ്ചയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ അറിയപ്പെടുന്ന, ഇതുപോലെ അറിയപ്പെടുന്ന, പറയപ്പെടുന്ന അനേക അനുഭവങ്ങളുണ്ട്. ഈജിപ്തിൽ ഗിസ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ പിരമിഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 310 മീറ്ററോളം പൊക്കമൊക്കെയുള്ള വലിയ പിരമിഡുകൾ. ദൈവത്തിന് സ്തോത്രം. അത് ചില പ്രമുഖരായ ചക്രവർത്തിമാരുടെ
ഭൗതിക ശരീരങ്ങൾ മറവ് ചെയ്ത് അവിടെ പ്രത്യേക രീതിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ത്യയിൽ തന്നെ അതുപോലുള്ള പല അനുഭവങ്ങൾ. ഡൽഹിയിൽ ഹുമയൂൺ എന്ന് പറയുന്ന ഒരാളുടെ ശവകുടീരമുണ്ട്. പാകിസ്ഥാനിലെ പഞ്ചാബ് എന്ന് പറയുന്ന സ്ഥലത്ത് ജഹാംഗീർ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ശവകുടീരമുണ്ട്. ഇതൊക്കെ വിലമതിക്കാനാകാത്തതാണ്. റഷ്യയിൽ മോസ്കോയിൽ റെഡ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് ലെനിൻ എന്ന് പറയുന്ന ആ ചിന്താ ആശയങ്ങളുടെ തലത്തൊട്ടപ്പനായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ശവകുടീരം. ദൈവത്തിന്റെ സ്തോത്രം. ചൈന എന്ന് പറയുന്ന രാജ്യത്ത് പിൻഷി ഹുവാങ് എന്ന് പറയുന്ന ഒരു വലിയ ശക്തനായ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ശവകുടീരം ഏതാണ്ട് 1160 അടി പൊക്കമുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 116 നില പൊക്കമുള്ള കെട്ടിടം. അത്രയും ഉയരമുണ്ട് ശവകുടീരം. നമ്മളൊക്കെ കണ്ടിട്ടുള്ള ശവകുടീരങ്ങൾ ഏറ്റവും പൊക്കമുള്ളത് 6 അടി താഴ്ച, 6 അടി നീളം, ഒരു 4 അടി വീതി, ഒരു 4 അടി താഴ്ചയോ അല്ലെങ്കിൽ 8 അടി താഴ്ചയോ ഒക്കെ ഉള്ള കുഴികളൊക്കെയാണെന്ന് നമ്മൾ പലയിടത്തും കാണുന്നത്. അത്രയൊക്കെ ഉള്ളു. ഏതാണ്ട് 116 നില കെട്ടിടത്തിന്റെ പൊക്കമുള്ള ഒരു ശവകുടീരം ചൈനയിലുണ്ട്. 30 വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് 7 ലക്ഷത്തോളം ആളുകൾ ചേർന്ന് പണിതുണ്ടാക്കിയ ഒരു മഹത്തായ സ്മാരകം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെയൊക്കെ കാണപ്പെടുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അന്ന് അടച്ചത് ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ യെരൂശലേമൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം, ലോകത്തിലെ ശവകുടീരങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഒരൊറ്റ കല്ലറ മാത്രമേ തുറന്നു കിടക്കുന്നുള്ളൂ. അതാണ് യേശു കർത്താവിന്റെ കല്ലറ, ടോംബ് ഓഫ് ജീസസ്. യെരൂശലേമിൽ പോയിട്ടുള്ള കണ്ടിട്ടുള്ള ആളുകളുണ്ട്. ആരെങ്കിലും അത് കണ്ടിട്ടുള്ളവരുണ്ടെന്ന് കയ്യോർത്താൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. മിക്കവാറും പലരും പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. തുറന്ന ഒരു ശവക്കുഴി ഇന്ന് ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് യേശു കർത്താവിന്റെ കല്ലറ മാത്രമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ അത് തുറന്നു കിടക്കുന്നതിന്റെ കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവനവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവിടെ വ്യക്തമായൊരു എഴുത്തും അവിടെയുണ്ട്. അവിടെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാം, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമുണ്ട്. യേശു കർത്താവിന്റെ ജീവിതം പ്രത്യാശയുള്ള ഒരു ഭക്തി നിർഭരമായ ഒരു പുനർജീവിതത്തെ, അടുത്തൊരു കാലത്തേക്കുള്ള ജീവിതത്തിന്റെ നൽവഴികളെ നമ്മുടെ മുമ്പാകെ തുറന്നു തരികയാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, യേശു ഉയർത്തിട്ടില്ല എങ്കിൽ ഈ പറയുന്ന പ്രസംഗവും നമ്മൾ വിശ്വസിക്കുന്ന പല വിശ്വാസങ്ങളും ഒക്കെ വ്യർത്ഥമെന്ന് ദൈവവചനം വളരെ കൃത്യമായി പറയുക. പക്ഷെ അത് വ്യർത്ഥമല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ജീവിതം വ്യർത്ഥമല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ അനുഭവത്തിൽ ഭക്തിയോടെ പ്രത്യാശയോടെ ജീവിക്കുന്ന ഈ ജീവിതാനുഭവങ്ങൾ ഒരിക്കലും വ്യർത്ഥമല്ല. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്ന ആ വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ വായിക്കണം. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, അവൻ ഇരിക്കേണ്ടതിനും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയേണ്ടതിനും. അത് വായിക്കാമോ? 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും. ദൈവത്തിന്റെ സ്തോത്രം. പുനരുത്ഥാനത്തിന്റെ ശക്തി, പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, അവന്റെ ഉയർപ്പിന്റെ ശക്തി. ഈ ദിവസത്തിന്റെ വൈകിയ വേളയിൽ നമ്മൾ ഈ വാത്സല്യം അവന്റെ ഭൗതിക ശരീരം ഈ കല്ലറയിലേക്ക് മറയ്ക്കുവാൻ നിൽക്കുമ്പോൾ വലിയ ദൈവശക്തിയോടെ ഉയർക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് ദൈവവചനം വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുകയാണ്. അതിനേറ്റവും ഒരു അനുഭവമായിരുന്നു ഈ വാത്സല്യം മദർ അവരുടെ ജീവിതത്തിലൂടെ കാഴ്ചവെച്ചത്. ദൈവം അവർക്ക് കൊടുത്ത രക്ഷ, അവർക്ക് ദൈവം നൽകിയ ജീവിത സൗഭാഗ്യങ്ങൾ, അതെല്ലാറ്റിലൂടെയും ദൈവികമായ കാഴ്ചപ്പാടിൽ അടിയുറച്ച് വളർന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഭവത്തിൽ നിൽക്കുന്ന ദൈവഭക്തന്മാർക്ക് മരണത്തെ പേടിയില്ല, മരണത്തെ ഭയമില്ല. മനുഷ്യനെന്ന പുനർജന്മത്തെ കുറിച്ചൊക്കെ വലിയ ചിന്താഗതിയുള്ളവരാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചൈനയിലെ മഹാനായ ചക്രവർത്തിയായിരുന്ന കിൻഷി ഹുവാങ് എന്ന് പറയുന്ന അദ്ദേഹം മരണാനന്തര ജീവിതം അല്ല, മരിക്കാതെയുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ശവകുടീരം പണിയാൻ തുടങ്ങിയത്. പക്ഷെ അയാൾ മരിച്ചു. ആ കുടീരത്തിൽ മറവ് ചെയ്തു. അതിന്റെ ഉള്ളിൽ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മരണത്തിനപ്പുറമായിട്ടുള്ള ജീവിതം ഇന്ന് ലോകത്തിലെ മനുഷ്യർ മരിക്കാതിരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ലൈഫ് എക്സ്റ്റൻഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ 1000-ലധികം മൃതശരീരങ്ങൾ -193°C ദ്രവീകരിച്ച നൈട്രജനിൽ ഇങ്ങനെ ബോഡികൾ സൂക്ഷിച്ചിട്ടുണ്ട്. ബോഡികൾ ഒരു കേടുവരില്ല, 100 കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ഭൗതിക ശരീരങ്ങൾ. എന്തിനാണെന്നറിയാം? മരണത്തെ വിട്ട് ഉയർക്കുവാനുള്ള ഒരു മാർഗം മനുഷ്യബുദ്ധിയിൽ കണ്ടെത്തിയാൽ ആ നിമിഷം ഉയർത്തു വരുവാനുള്ള ആഗ്രഹത്തോടെ ഒന്നുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ
100 1000 10,000 വർഷം കൂടെ കഴിഞ്ഞാലും അതിനുള്ള ഒരു മാർഗം അനുഭവം ഈ ലോകത്തിൽ ഉണ്ടാവുകയില്ല. മാത്രമല്ല അങ്ങനെ ഒരു അവസ്ഥ ഭൂമിയിൽ വരികയില്ല എന്നുള്ളത് മാനുഷികമായ ചിന്ത. എന്നാൽ ഈ വിധമായ ചെലവുകളൊന്നും കൂടാതെ മരണത്തെ വിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു ജീവന്റെ പ്രതീക്ഷയും പ്രത്യാശയും പ്രാപിച്ച ഒരു കൂട്ടരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർ, അവർ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട രക്ഷാനിർണയം പ്രാപിച്ചവർ, ദൈവകൽപ്പനകളെ അനുസരിച്ച ദൈവമക്കൾ, അവരുടെ ആത്മീയ ജീവിതയാത്രയിൽ അവർ ഈ ഒരു സത്യത്തെ അറിഞ്ഞു, ഈ ഒരു യാഥാർത്ഥ്യത്തെ അറിഞ്ഞു, അതിനിറങ്ങി തിരിച്ചു. 40-ലധികം വർഷങ്ങൾക്ക് മുമ്പ് വാത്സല്യ മദർ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് വെറുതെ ഏതോ ഒരു മിഥ്യാധാരണയുടെ പേരിലല്ല. ഒരു വലിയ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട്, ഒരു സത്യത്തെ കണ്ട് അതിനെ പിൻപറ്റി ഇറങ്ങി പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതിനേറ്റതായ ഒരു നിലവാരത്തിൽ തന്റെ ശുശ്രൂഷകൾ ചെയ്തു. എനിക്ക് എന്റെ കൂടെ ഇരുന്നിട്ടില്ലെങ്കിലും സാക്ഷ്യം പറയാൻ ഒത്തിരി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. സമയം പോരാത്തതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. സൗമ്യതയോടെ താഴ്മയോടെ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു അടുക്കൽ ചെന്നാൽ നമുക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോരാം. എല്ലായിടത്തും പോയാൽ അങ്ങനെ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഈ മദറിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിയുമായിരുന്നു. ഒരു വലിയ ആശ്വാസം. മദറിന്റെ അടുക്കൽ വിശ്വാസികളൊക്കെ സാക്ഷ്യം പറഞ്ഞ കാര്യങ്ങൾ പലതും അങ്ങനെയുള്ളതായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്തുകൊണ്ട് അങ്ങനെ? ആ ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്തു. ദൈവിക സത്യങ്ങളിൽ അവർ അടിയുറച്ചു നിന്നു, അതിൽ വിശ്വസിച്ചു, അതിൽ വളർന്നു. ആ ഒരു അനുഭവത്തിൽ മുൻപോട്ട് പോയി ഒരു നല്ല അവസാനത്തിലേക്ക് വന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഞങ്ങളുടെ അധ്യാപകരുടെ പ്രാർത്ഥനയിൽ 2 കാര്യങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. ഈ മദറിന്റെ വിഷയം അതുകൊണ്ട് പ്രകാശ് പാസ്റ്ററുണ്ടായി. അവരുടെ ശുശ്രൂഷയും ജീവിതവും കഴിഞ്ഞെങ്കിൽ ഇനി അവരെ കഷ്ടപ്പെടുത്താതെ എടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ആയപ്പോൾ ഒരു വിവരം അറിഞ്ഞു. അടുത്ത ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പോൾ അടുത്തൊരു വർത്തമാനം കേൾക്കുവാനിടയായി. അവരുടെ പ്രവൃത്തി തികച്ചാണ് പോയിരിക്കുന്നത്, വഴിയിലല്ല പോയത്. ആ പ്രവൃത്തി തികച്ച് അവരുടെ ഓട്ടത്തെ ഓടി മനോഹരമായി പൂർത്തീകരിച്ച് അവർ പോയി. മരണത്തെ ഭയപ്പെടുവാനില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശു മരണം വിട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ മരണം ആസ്വദിച്ചെന്നാ പറയുന്നത്. മരണത്തെ കുറിച്ചുള്ള ഭയമല്ല, അവൻ മരണം ആസ്വദിച്ചു. ഇതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ പ്രത്യാശയിൽ ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണമെന്നുള്ള വിഷയം അവർക്ക് വളരെ ഈസിയാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥയല്ല. അത് വളരെ സിമ്പിൾ ആണെന്ന് യേശു കർത്താവ് വെളിപ്പെടുത്തി തന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ സന്ധ്യയിൽ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ, ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ മരണമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവരുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അപ്പനായ ഫിലിപ്പ് രാജാവ് തന്റെ കൊട്ടാരത്തിൽ ഒരു സേവകനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. തനിക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളായിരുന്നു. എന്തായിരുന്നു ജോലി? ഈ ഫിലിപ്പ് രാജാവ് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ രാജാവിന്റെ മുഖത്ത് നോക്കി, കണ്ണെ നോക്കി പറയണം, രാജാവെ നിങ്ങൾ മരിക്കും. നമ്മളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വേണേ നമ്മൾ തട്ടിക്കളയും. നമ്മൾ മരിക്കുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞാൽ പിന്നെ അവനെ ഭൂമിയിൽ വെച്ചേക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. അയാളോട് പറയുന്ന ഒറ്റ കാര്യം, നിങ്ങൾ മരിക്കും. നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ ചൂണ്ടി പറഞ്ഞില്ലെങ്കിൽ നമ്മളോട് തന്നെ പറയേണ്ടതാണ്, ഒരു ദിനം മരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഭക്തൻ പാടിയത് കൊണ്ടാണ് ഒരിക്കലേ ഒരു മരിക്കും നിശ്ചയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു കാഴ്ചപ്പാടും ആ ഒരു ചിന്തകളും ഉണ്ടായി നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മരണസമയങ്ങളിലൊക്കെ വായിച്ചു കേൾക്കുന്ന വാക്യമാണ്. 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4-ാം വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-14 വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. ഇവിടെയാണ് ഒരു ദൈവഭക്തന്റെ ജീവിതത്തിന്റെ ഒരു തുടക്കം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ദൈവജനം പറഞ്ഞു അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ഈ മരണത്തെ കുറിച്ച് ദൈവജനം പറഞ്ഞ നിദ്ര എന്നാണ്, ഉറക്കമാണ്. മരണമെന്ന് പോലും പറയാൻ കഴിയില്ല. നിദ്ര, ഉറക്കത്തിലേക്ക് പോയവർ ഉണരും. ദൈവത്തിന്റെ സ്തോത്രം. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും നിത്യജീവനായിട്ട് ഉയർക്കും. ആ ഉയർപ്പിന്റെ ഒരു അനുഭവമുണ്ട്. ഈ വാത്സല്യ മദർ ആ ഒരു പ്രത്യാശയിൽ ജീവിച്ചു. നമ്മൾ ഈ ഭൗതിക ശരീരം കല്ലറയിൽ മറവ് ചെയ്താൽ ഉയർത്തു വരും എന്നുള്ള ഏറിയ നിശ്ചയവും ബോധ്യവും ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ ശുശ്രൂഷ ചെയ്യുന്ന വിശുദ്ധന്മാർക്കും കൂടി നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ആ ഒരു ബോധ്യവും ധൈര്യവും പ്രത്യാശയും നമ്മുടെ ഉള്ളത്തിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ വരുത്തും. എന്റെ അടുത്ത ഭാഗം വായിക്കുമ്പോൾ പറയുകയാണ്, ജീവിച്ചിരിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല. നിദ്ര കൊണ്ടവർ. അതുകൊണ്ടാണ് 16-ാം വാക്യത്തിലാണെന്ന് വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുവാനിടയായി തീരും. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തുവിൽ
ഈ വാത്സല്യ മാതാവിന് ജനനം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് യേശു രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവിൽ ജനിച്ചു, യേശുവിൽ വളർന്നു. ആ വളർച്ചയുടെ പൂർണ്ണത എത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവവചനങ്ങളും ഉപദേശങ്ങളും സത്യങ്ങളും ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്നുള്ള ആ ഒരു ഉപദേശ സത്യത്തെ ജീവിതത്തിൽ ഏറ്റെടുത്ത് മുറുകെ പിടിച്ച് വളർന്നു മുൻപോട്ട് പോയി ആ പ്രതീക്ഷയോടുകൂടെ യാത്ര ചെയ്തു. വാത്സല്യ മാതാവിന്റെ അവകാശത്തിൽ ചേർന്നു. ഇനി നമ്മളാണ് ജീവിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു ഘട്ടം നമ്മുടെ ജീവിതത്തിലാണ്. ഈ നിൽക്കുന്നവരിൽ നമ്മളിൽ ആരെങ്കിലും ഒരാൾക്ക്, നിൽക്കുന്നവരിൽ നമ്മളിൽ ആർക്കോ ഒരാൾക്ക് ഒരു ഫസ്റ്റ് ടിക്കറ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരാണ് ആ ഭാഗ്യവാൻ എന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളിൽ ആരോ ഒരാൾ ഈ നിൽക്കുന്നവരിൽ ഏറ്റവും മുമ്പായിട്ട് പോയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുക. മരണത്തിന് വേണ്ടി, മരണത്തിനപ്പുറമുള്ള പ്രതീക്ഷയുള്ള ജീവിതത്തിന് വേണ്ടി പ്രത്യാശയോടും ധൈര്യത്തോടും നമ്മുടെ ഓട്ടത്തെ നമുക്ക് ഓടി തികയ്ക്കാം. ദൈവഭക്തിയോടെ ജീവിച്ച ഈ വാത്സല്യ മദർ കാണിച്ചു തന്ന നല്ല മാതൃകളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന പിന്തുടരുക. ആ പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കാം. വാത്സല്യ മദറിന്റെ വേർപാട്, ഈ കടന്നുപോക്ക് വേലയുടെ മുഖത്ത് സഹപ്രവർത്തകരായി ഞങ്ങൾക്കുണ്ടാക്കിയ വലിയ നഷ്ടങ്ങളുണ്ട്. നടത്തിപ്പുകാർക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ, ദൈവസഭയ്ക്ക് വിശ്വാസികൾക്കുണ്ടാക്കിയ നഷ്ടം, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക്, കുഞ്ഞുങ്ങളെല്ലാവരും ഒരാൾ സാക്ഷ്യം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇനി പ്രാർത്ഥിക്കാൻ രാജിയില്ല. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഭൂമിയിൽ നിന്ന് അവർ മാറിയിട്ടുള്ളത് നഷ്ടമല്ല. എല്ലാവരും അതിൻ്റെതായ ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ട്. ഓരോരുത്തരും നേരിടുന്ന ആ വേദന, ദുഃഖം, അതിനെല്ലാം സ്വർഗത്തിലെ ദൈവം ആശ്വാസങ്ങൾ കൽപ്പിച്ച് ആ വിടവ് ദൈവം ഭംഗിയായി നികത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ.